എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് അകാലനര കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ എന്തൊക്കെ ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടും നല്ല ഡാർക്ക് കളർ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം മുടി വളർച്ചയ്ക്കും അതുപോലെ താരനൊക്കെ അകറ്റാനും വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മൾ ഹെയർ ഡൈ ചെയ്യുമ്പോൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കളറ് പിടിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി താരനകറ്റാനും മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കളറ് നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെ ചായപ്പൊടി ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കരിഞ്ജീരകവും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാൾ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ യൂസ് ചെയ്യേണ്ടത് അപ്പോഴെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കേടായി പോകാതിരിക്കുന്നതാണ്. നല്ലപോലെ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിരുന്നാൽ മതി. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ്. തൊലിയോടെയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ബീട്രൂട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് പകുതി വറ്റി വരുന്നത് വരെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ വരെ അകാലനര പെട്ടെന്ന് തന്നെ കണ്ടുവരാറുണ്ട്. പ്രായമാകുന്നതിന് മുന്നേ തന്നെ നര ബാധിക്കുന്നത് എല്ലാവർക്കും ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതും ആണ്. ഇതെങ്ങനെ തടയാമെന്നതും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നതുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഹെയർ ഡൈയും ഹെയർ പാക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ പോഷകസമൃദ്ധമായ ആഹാരം കൂടെ കഴിച്ചിരുന്നെങ്കിൽ മാത്രമേ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കളറ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാലനര തടയുന്നതിനും മുടിക്ക് നല്ല കറുപ്പോട് കൂടിയിട്ട് നല്ല കട്ടിയായി വളരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു വെള്ളം. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ഈ ഒരു വെള്ളം തലയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല ഇരട്ടിയായിട്ട് നല്ല തിക്നെസ്സോട് കൂടിയിട്ട് വളരുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി ഹെയർ ഡൈ തയ്യാറാക്കുന്നതിനായിട്ട് ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നെല്ലിക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ തന്നെ എടുക്കണം, എന്നെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കൂട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇത് ഒരു ദിവസം മുഴുവനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല. 2-3 മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാക്ക് ആദ്യമായിട്ട് ഇടുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഓരോ പ്രാവശ്യം വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഇടുമ്പോൾ നല്ല ഡാർക്ക്നെസ് കിട്ടുന്നതാണ്. കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് അലർജിയൊക്കെ പിടിക്കുന്നവരായിരിക്കും മിക്കവരും. അവർക്ക് ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഇരുമ്പ് ചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഡാർക്ക് കളറ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം മൈലാഞ്ചി ചേർത്ത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഓറഞ്ച് കളറേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ഡാർക്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നീലാമരിപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ അളവോളം നീലാമരിപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ആ വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചായവെള്ളം തിളപ്പിച്ചത് അത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡാർക്ക് കളർ തന്നെ ഈ ഒരു കൂട്ടുകൊണ്ട് കിട്ടുന്നതാണ്. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ മൈലാഞ്ചി പൊടി ഉപയോഗിച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം നീലാമരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി ഇത് തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലപോലെ നരച്ചിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഈ ഒരു കൂട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. അപ്പം മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. എണ്ണമയം ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ കളറ് പിടിക്കുന്നതല്ല.
അപ്പോൾ ഇത് നല്ലപോലെ ഷാമ്പു വെച്ച് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ തലയിലേക്ക് തേച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ നരയുള്ള ഭാഗങ്ങളിലെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.